വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഭാരതത്തിൻ്റെ ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായ വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ ഏറെ സഹിച്ച് അരൽവായ്മൊഴി കാറ്റാടി മലയിലെ അതിദാരുണമാം വിധം വെടിവെച്ച് കൊല്ലപ്പെട്ട ഒരു ഉന്നത കുലജാതനായിരുന്നു വിശുദ്ധ ലാസ്രസ് ദേവസഹായമേ. ചൂരലുകളും മുൾവടികളും ശരീരത്തിൽ ആഞ്ഞു പതിച്ച് രക്തവും മാംസവും ചിതറി വീണപ്പോൾ പരാതിയില്ലാതെ നിശബ്ദനായി സഹിച്ച യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു വിശുദ്ധ ലാസ്രസ് ദേവസഹായമേ. വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തിൻ്റെ ഒരു ജീവചരിത്രം നമുക്ക് കാണാമേ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നാട്ടാലം ദേശത്തെ മരുതകുളങ്ങര തറവാട്ടിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായിട്ടാണ് 1712 ഏപ്രിൽ 23 നീലകണ്ഠപിള്ള ജനിച്ചത്. ജനിച്ചപ്പോൾ മുതൽ ഹൈന്ദവ ആചാരങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അനുഷ്ഠിക്കുന്ന ഒരു നായർ യുവാവായിരുന്നു വിശുദ്ധ ലാസ്രസ് ദേവസഹായമേ. സുന്ദരിയും സുശീലയുമായ ഭാർഗവി അമ്മയായിരുന്നു ഭാര്യ. അങ്ങനെയിരിക്കെ തൻ്റെ സുഹൃത്തിൽ നിന്നും യേശുവിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാനും യേശുവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കുവാനും ആഗ്രഹിച്ച മാമോദീസായിലൂടെ നീലകണ്ഠപിള്ള എന്ന പേരിൽ നിന്നും ലാസ്രസ് എന്നർത്ഥമുള്ള ദേവസഹായം എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. ഇതറിഞ്ഞ ഭരണാധികാരികൾ അദ്ദേഹത്തെ ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടതകൾക്ക് വിധേയമാക്കി. ചൂരലുകളും മുൾവടികളും ശരീരത്തിൽ ആഞ്ഞു പതിച്ച് രക്തവും മാംസവും ചിതറി വീണപ്പോൾ പരാതിയില്ലാതെ നിശബ്ദനായി സഹിച്ച ഒരു യേശു ശിഷ്യനാണ് വിശുദ്ധ ലാസ്രസ് ദേവസഹായം. അടിപ്പാടുകളുടെ ഉഴവുചാലുകളിൽ മുളകരച്ച് തേച്ച് പിടിപ്പിച്ച് ചുടുമണലിൽ കിടത്തി ഉരുട്ടിയും കൊടും വെയിലിൽ നിർത്തിയും ദുസ്സഹമായി പീഡയനുഭവിച്ച ഒരു പുണ്യപുരുഷൻ. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും കൂട്ടിലടച്ചിട്ടും ഉറുമ്പിൻ കൂട്ടത്തിൽ മണിക്കൂറുകളോളം നിർത്തിയിട്ടും ഒന്നിൻ്റെയും ഉപദ്രവമേക്കാതെ രക്ഷപ്പെട്ടവൻ. എരിക്കിൻ മാലയണിഞ്ഞ് എരുമപ്പുറത്തിരുത്തി തെരുവീഥികളിലൂടെ നഗരി കാണിച്ച് പരിഹസിക്കപ്പെട്ടവൻ. നീലകണ്ഠപിള്ള എന്ന ദേവസഹായം പിള്ള വിശുദ്ധ ലാസ്രസ് ദേവസഹായം. അദ്ദേഹത്തെ കോട്ടാർ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരുടെ ദേവാലയത്തിലാണ് അടക്കിയിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരുടെ കോട്ടാറുള്ള പള്ളിയും അദ്ദേഹത്തെ അടക്കിയ സ്ഥലവുമാണ്. ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടും ക്രിസ്തുവിനെ കൈവിടാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലാസ്രസ് ദേവസഹായം. ഇത് അദ്ദേഹം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച മരിച്ചു വീണ അരൽവായ്മൊഴി കാറ്റാടിമലയിലെ ചെറിയ വിഷ്വൽസാണ്. വളരെ മനോഹരമായ ഒരു മലയുടെ മുകളിലാണ് ശരിക്കും ഈ കാറ്റാടിമല, ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ച് അദ്ദേഹം ഒരുപാട് പീഡനങ്ങളേറ്റ് ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ച് ഇവിടെ വെച്ചിട്ട് വളരെ അതീവ രഹസ്യമായി വെടിയുണ്ടകളാൽ 1752 ജനുവരി 14 വധിക്കുകയാണുണ്ടായത്. ദേവസഹായം പിള്ള ജീവൻ വെടിയുന്ന സമയം മണിയടിക്കുന്ന ശബ്ദത്തോടെ ഉയരങ്ങളിൽ നിന്നും പാറക്കെട്ടുകൾ അടർന്നു വീഴുകയുണ്ടായി. പരിഭ്രാന്തരായ പടയാളികൾ ഭയപ്പെട്ട് മൃതശരീരം അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയി. ആ പാറയൊക്കെ ഇപ്പോഴും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ലാസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് ആ പാറയൊക്കെ കാണിക്കുന്നുണ്ട്. ആ പാറയിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ അടിക്കുമ്പം ഒരു മണിയടി നാദം നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളൊരു ചെറിയ കല്ലുകൊണ്ട് ആ പാറയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അതൊരു മണിയടിക്കുന്ന ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ദേവസഹായം പിള്ള മരിച്ചു വീണ സമയത്ത് ഈ പാറക്കെട്ടുകൾ മണിയടി ശബ്ദങ്ങൾ ഉയർത്തപ്പോൾ പടയാളികൾ ഭയന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരം അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോഴും ആ പാറയൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ദേവസഹായം പിള്ളയുടെ ചെറിയൊരു നൊവേന പ്രാർത്ഥനയും കൂടെ ഇത് എൻഡിൽ കൊടുക്കുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ പ്രേരിതനായി സർവവും ത്യജിച്ച് വിവിധ പീഡനങ്ങൾക്കിരയായി മുട്ടിടിച്ചാൻ പാറയിൽ വറ്റാത്ത നീരുറവ സൃഷ്ടിക്കുകയും അവസാനം അരൽവായ്മൊഴി കാറ്റാടി മലയിൽ രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയും ചെയ്ത വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തെ ഭാരതസഭയ്ക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യനാഥ, അങ്ങയിലുള്ള ദൃഢമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് വിശുദ്ധിയുടെ ഉന്നത പദവിയിലെത്താൻ എത്തിച്ചേരുവാൻ വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തെ ശക്തിപ്പെടുത്തിയ അങ്ങ്
ആ വിശ്വാസ ചൈതന്യം ഞങ്ങളിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഭാരതത്തിൻ്റെ ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായി വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹം ഇദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഭാരതത്തിൻ്റെ ആദ്യത്തെ അൽമായ രക്തസാക്ഷി വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തോടുള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ് കുറച്ച് മുമ്പ് ചൊല്ലിയത്. ഇതിൻ്റെ വേറെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് അദ്ദേഹം സഹിച്ച പീഡനങ്ങളുടെയും ഒക്കെ കഥകളും അദ്ദേഹം കടന്നുപോയ വഴികളും അദ്ദേഹത്തെ അന്ന് പ്രാർത്ഥിച്ചിരുന്ന ജയിലിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ അതൊക്കെ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഒരു ബോർഡിൽ അദ്ദേഹം എന്തൊക്കെ വേദനകളാണ് സഹിച്ചത്, അദ്ദേഹം ദേവസഹായം പിള്ള അനുഭവിച്ച വേദനകളെന്ന് പറഞ്ഞ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജാവിനെയും ദേവന്മാരെയും അപമാനിച്ചു എന്ന കുറ്റം ആരോപിച്ചു, ഏകനായി തടവറയിൽ അടച്ചു, എരിക്കിൻ പൂമാലയിട്ട് എരുമപ്പുറത്ത് കയറ്റി പരിഹസിച്ച് കൊണ്ടുപോയി ഉള്ളംകാലിൽ ചാട്ടവാർ കൊണ്ട് അടിച്ചു. അങ്ങനെ ഒരുപാട് അദ്ദേഹം സഹിച്ച വേദനകളും ഈ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അദ്ദേഹം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചതെന്നൊക്കെ അവരിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ കുളിരി വരുന്ന ഒരു അനുഭവമാണ്. ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടും അദ്ദേഹം യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മാറി എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ആദ്യത്തെ അൽമായ രക്തസാക്ഷി എന്ന പട്ടം സ്വീകരിക്കാൻ വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തെ സാധിച്ചു എന്നുള്ളതാണ്. ഉഗ്രവിഷമുള്ള പാമ്പുകളുടെയും തേളുകളുടെയും കൂട്ടിലിടുകയും ഉറുമ്പിൻ കൂട്ടത്തിൽ മണിക്കൂറുകളോളം നിർത്തിയിട്ടിട്ടും ഒന്നും അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഓരോ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോയതും അദ്ദേഹം അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളും ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹം കൂടെ നിന്ന ഒരുപാട് കഷ്ടപ്പാടുകളുടെയൊക്കെ ചെറിയ ഇമേജുകളും ഒക്കെ അവരിവിടെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ മണിയടിച്ചൻ പാറ ഉള്ളത്. അതായത് അദ്ദേഹം മരിച്ചപ്പോൾ തന്നെ ഈ പാറക്കല്ലുകൾ അടർന്ന് വീണ് വളരെ വളരെ ശബ്ദമായിട്ട് മണിയടിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് പരിഭ്രാന്തരായി പടയാളികളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ ഇട്ടിച്ച് പോയി എന്നുള്ളതാണ്. ആ പാറയിൽ നമുക്കിപ്പോഴും നമുക്ക് തൊടുകയും നമുക്ക് ചെറിയൊരു കല്ലുകൊണ്ട് നമ്മൾ അത് അടിക്കുമ്പോൾ അതിന് ഒരു മണിയടി ശബ്ദമാണ് ശരിക്കും ആ പാറയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ വളരെ മനോഹരമായ ഒരു വിഷ്വൽസാണ്. വളരെ നല്ല കാറ്റും ഉള്ള ഒരു മലയുടെ മുകളിലാണ് ആക്ച്വലി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് രഹസ്യമായി അദ്ദേഹത്തെ വെടിയുതിർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പള്ളിയൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കുകയും കാറ്റാടിമലയിൽ ഒരുപാട് തീർത്ഥാടകർ പ്രാർത്ഥനയോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ പാറ എന്ന് പറയുന്നത്. ഈ പാറയിൽ ഇപ്പോഴും നമ്മൾ ചെറിയൊരു കല്ല് വെച്ചിട്ട് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മണിയടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തോടെ ഈ ലാസ്രസ് പുണ്യാളനോ വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം നടക്കുമെന്നാണ് ഇവിടെയുള്ളവരുടെ എല്ലാം വിശ്വാസം. ഞാൻ ആദ്യമായിട്ടാണ് വിശുദ്ധ ലാസ്രസ് ദേവസഹായം പിള്ള എന്നൊരു വിശുദ്ധനെക്കുറിച്ച് തന്നെ കേൾക്കുന്നത്. അപ്പം ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഇതൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ തമിഴ്നാട്ടിലെ ചെറിയൊരു ഓണം വെക്കേഷനായിട്ട് ടൂർ പോയ സമയത്ത് കയറിയ ഒരു പള്ളിയുടെ ചെറിയ വിശുദ്ധനെക്കുറിച്ച് അറിഞ്ഞ ഒരു വിശുദ്ധനെക്കുറിച്ച് മറ്റുള്ളവരിലേക്കൊന്ന് അറിയത്തില്ലാത്തവരിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ വിശുദ്ധ ലാസ്രസ് ദേവസഹായത്തോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മലയിറങ്ങി നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ പോകുന്ന ചെറിയ സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.